നിങ്ങളീ കാണുന്നത് കഴക്കൂട്ടത്ത് നിന്നും 7 കിലോമീറ്റർ മാറി പണിമൂല എന്ന് പറയുന്ന സ്ഥലത്ത് 5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടിയ ഒരു വീടാണ്. ബസ് റൂട്ടിൽ നിന്നും 400 മീറ്റർ മാറിയാണ് ഈ വീട് ഇരിക്കുന്നത്. നമ്മളീ കാണുന്നത് പോലെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണിത്. നമുക്കിനി വീടിൻ്റെ വിശേഷത്തിലോട്ട് പോകാം. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു സ്ലൈഡിങ് ഗേറ്റാണ് അവിടെ കാണുന്നത്. സ്ലൈഡിങ് ഗേറ്റ് മാത്രമല്ല, ഒരു കുഞ്ഞ് ഗേറ്റ് കൂടെ ഉണ്ട്. അടുത്തതായി കാണുന്നത് കാർ പോർച്ചാണ്. കാർ പോർച്ചിൻ്റെ ആ ഒരു സ്പേസ് കൂടാതെ തന്നെ അടുത്തുള്ള സ്പേസിൽ നമുക്കൊരു കാർ കൂടെ ഇടാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ 2 കാർ നമുക്കത് നന്നായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇതാ കാണുന്നത് പ്ലാവിൻ്റെ ഡോറാണിത്. ഈ കാണുന്നത് നല്ല സ്റ്റൈലൻ റൂഫാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസുള്ളൊരു ഹാളാണ്. ഹാളും ഡൈനിങ് കൂടെ ഒരുമിച്ചുള്ളതാണ്. ആ TV യൂണിറ്റാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ ബെഡ്റൂമിൽ ചെന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു അലമാരയാണ്. നമുക്ക് ഈ അലമാര മാറ്റി വയ്ക്കാൻ പറ്റുന്നത്, അതായത് നമുക്ക് അതിനകത്ത് ഉറപ്പിച്ചിട്ടുള്ളതല്ല. ഇത് നമുക്ക് അതിനകത്ത് മാറ്റി സ്പേസ് അവിടെ ആ സ്പേസിൽ നിന്ന് വേറെ സ്പേസിലോട്ട് വേണമെങ്കിൽ മാറ്റാം. ആ രീതിയിലുള്ള അലമാരയാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്പേസുള്ള റൂമാണ്. 12x11 അതാണ് ഈ റൂമിൻ്റെ സൈസ് വന്നിട്ട്. വാഷ്റൂമിലോട്ട് പോവാം. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സാണ്, സെറയുടെ ഫിറ്റിങ്സാണ് ഇരിക്കുന്നത്. ബാത്റൂമിൻ്റെ ആ ടെയിൽ ആ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റൈൽ നോക്കിയാൽ നല്ലൊരു ക്വാളിറ്റി ഫിറ്റിങ്സാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പുറത്തോട്ട് ഇറങ്ങി അടുത്ത ബെഡ്റൂമിലോട്ട് പോവുകയാണ്. നമ്മളിത് 2ാമത്തെ ബെഡ്റൂമിലോട്ടാണ് കയറുന്നത്. ഇതും സെയിം സൈസ് തന്നെയാണ്, 12x11 ആ സൈസ് തന്നെയാണ്. അവിടെ ഉണ്ട് ഒരു അലമാര. നമുക്ക് കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയാണ്. അത് തേക്കിൻ്റെ അലമാരയാണ്. ഇത് മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടും തേക്കിൻ്റെ അലമാര തന്നെയാണ്. മോഡൽ വ്യത്യാസമുണ്ട്, രണ്ടും 2 മോഡലാണ്. വാഷ്റൂമിലോട്ട് പോവാം. അത്യാവശ്യം നല്ല സ്പേസിൽ നല്ല രീതിയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഒരു പ്രീമിയം ലുക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയും ഡിസൈനെല്ലാം കൊടുത്തിട്ടുള്ളത്. ഡിസൈൻ ഏകദേശം സെയിമാണ്, കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഫിറ്റിങ്സും പക്കയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് ഹാളിലൂടെ ഇറങ്ങി അടുത്ത് കിച്ചണിലോട്ട് പോവാം. കിച്ചണിൽ കാണുന്നത് നമുക്കൊരു ഗ്രേ കളർ ടൈലാണ്, കിച്ചൺ ടൈൽ. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള, നല്ല ഗ്രിപ്പ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലും കൂടെയാണത്. അത്യാവശ്യം നല്ലൊരു സാധനമാണ്, നല്ല പ്രീമിയം സാധനമാണത്. അതിൻ്റെ അടുത്തുള്ള കബോർഡായിരുന്നാലും സ്ലാബായിരുന്നാലും അതിൻ്റെ ഒരു ഡിസൈൻ ആയിരുന്നാലും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നല്ലൊരു, കാരണം ആ ഒരു ടൈലിൻ്റെ പീസ് ആ ഒരു കോമ്പിനേഷൻ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കബോർഡിൻ്റെ കളർ പറയുകയാണെങ്കിൽ ഒരു ഗ്രീൻ കളർ കബോർഡ് മോഡേൺ രീതിയിൽ തന്നെ കിച്ചൺ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് പോകുന്നത്. അത്യാവശ്യം നല്ല സ്പേസുള്ള ഏരിയ തന്നെയാണ് വർക്ക് ഏരിയ. കുറച്ച് ലോങ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നീളത്തിനൊരു സ്ലാബൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലും കബോർഡെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു സിങ്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടുള്ള കാഴ്ച വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കാം. പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം കാണുന്നത് നോക്കാം. നമുക്ക് ഇടത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കിണറാണ് കാണുന്നത്. ഓക്കെ, കിണർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ബീമുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ മതിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ബീമുകൾ വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും മഴയത്തോ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ ഒന്നത് ഇടിഞ്ഞ് ഇങ്ങോട്ട് വരരുത്, ആ രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു നനകല്ല് കാണാം. അത് കഴിഞ്ഞ് സൈഡിലൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്പേസായിട്ട് ചെറിയൊരു വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ടൊരു ഓട കണക്കിനൊരു സാധനം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പേസും ഉണ്ട് ഈ സൈഡിൽ. അത് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറിയിട്ട് നമ്മൾ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറുവാണ്. സ്റ്റെപ്പിൻ്റെ ഈ സൈഡിലെ ഡിസൈൻ എന്ന് പറയുന്നത് GI പൈപ്പ് ഉപയോഗിച്ച് വുഡൻ ഫിനിഷിൽ കളറൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെ അത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ മുകളിലായിട്ടൊരു ഫർഗോള കാണാം. അത്യാവശ്യം നല്ലൊരു കളർഫുള്ളായിട്ടൊരു യെല്ലോ ഷെയ്ഡിൽ അത്യാവശ്യം വീതിയുള്ള ഹാളാണ്, വീതിയും നീളമുള്ള ഹാളാണ്. നമുക്ക് ആദ്യം ബെഡ്റൂമിലോട്ട് കയറാം. ബെഡ്റൂമിൻ്റെ സൈസ് നമ്മൾ താഴെ കണ്ട അതേ സെയിം സൈസ് തന്നെയാണ്, 12x11. ഇവിടെ ഒരു അലമാര വെച്ചിട്ടുണ്ട്. വാഷ്റൂമിലോട്ട് പോകാം.
വാഷ്റൂം നമ്മൾ താഴെ കണ്ടെന്ന അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ബാത്റൂമും ഉള്ളത്. പക്ഷെ താഴത്തേൻ്റെ അത്ര സ്പേസ് ഇല്ല, ഒരല്പം വ്യത്യാസമുണ്ട്. ഒരല്പം വ്യത്യാസമുള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഫിറ്റിങ്സ് എല്ലാം പക്കയാണ്, സെറ തന്നെയാണ്. ഓപ്പൺ ബാൽക്കണിയിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് നമുക്ക് താഴത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെയുള്ള കംപ്ലീറ്റ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ ആ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിലോട്ട് പോവുകയാണ്. ഇതിപ്പോൾ 4ാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ കയറുന്നത്. ഇതിൻ്റെ സൈസ് 12x11 തന്നെയാണ്. പക്ഷേ ഇവിടെ ബാത്റൂമില്ല, അലമാരയില്ല. നമുക്കൊരു സ്റ്റഡി റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ റൂമായിട്ട് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ബാത്റൂം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ബെഡ്റൂമിലോട്ട് കയറുവാണ്. 12x11 തന്നെയാണ് അവിടുത്തെ സൈസ് വന്നിട്ട്, ബെഡ്റൂം സൈസ് വന്നിട്ട്. അലമാരയും തടിയല്ല, നമ്മൾ ഫ്ലൈവുഡ്, ന്യൂവുഡ് എന്നൊക്കെ പറയുന്ന പോലെ ആ മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന അലമാരയാണ്. ഓരോന്നും ഓരോ ഡിസൈനാണ്, നമുക്ക് എല്ലാം ഒരു ഡിസൈനല്ല. വാഷ്റൂം നോക്കുകയാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെ നല്ല സ്പേസിൽ, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വാഷ്റൂം മാത്രമേ കുറച്ച് സ്പേസ് അല്പം കുറച്ച് അവർ ചെയ്തിട്ടുള്ളൂ. വേറെ ബാക്കിയുള്ള എല്ലാം ഓക്കെയാണ്. ഇതിപ്പോൾ 5ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തോട്ട് ടെറസിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അത് നമ്മൾ ഉടൻ ഫിനിഷിലുള്ളൊരു ഫ്ലോറൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റും ഒന്ന് പോയി നോക്കാനാണെങ്കിൽ, ഇതിൻ്റെ സ്പേസ് നോക്കുകയാണ്. നമ്മൾ നേരത്തെ ഒന്ന് കണ്ടതാണ്, പക്ഷെ എന്നാലും ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കാനൊക്കെ പറ്റിയ ഒരു സ്പേസാണ്. അത്യാവശ്യം 4 ചുറ്റും കറങ്ങി വരാൻ പറ്റിയ സ്പേസുണ്ട്. കഴക്കൂട്ടത്തു നിന്നും 7 കിലോമീറ്റർ മാറിയാണ് ഈ വീട് ഇരിക്കുന്നത്. 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഹോസ്പിറ്റൽ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 79 ലക്ഷം രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട്. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിരിക്കാം. താങ്കൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തായാലും കോൺടാക്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി, നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്.